നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ ഒരു വാർത്താ പ്രളയത്തിന്റെ നേരമാണ് ഇത്. വലിയ വലിയ വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ഒരു മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വന്നിരിക്കുന്നത് കേരളത്തിൽ SIR നടപ്പാക്കുമെന്നതാണ്. എന്താണ് മുഖ്യമന്ത്രിയും CPI സംസ്ഥാന സെക്രട്ടറിയുമായി നടന്ന കൂടിക്കാഴ്ചയുടെ ഫലം എന്നത് അറിയാനിരിക്കുന്നതേയുള്ളൂ. CPIയുടെ തീരുമാനം എന്താകുമെന്ന് കാക്കുന്ന മണിക്കൂറാണ്. അങ്ങനെ ഒരുപാട് വാർത്താ പ്രാധാന്യമുള്ള മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. അപ്പോൾ കേരളത്തിലും SIR നടപ്പാക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അല്പസമയം മുൻപ് വാർത്താ സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. 23 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ SIR നടപ്പാക്കാൻ പോകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തെ ഒഴിവാക്കണം എന്ന ഒരു ആവശ്യം കേരളം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് നടപ്പായിട്ടില്ല, അത് ഉൾക്കൊണ്ടിട്ടില്ല. മറ്റ് 12 ഇടങ്ങളിൽ SIR നടപ്പാക്കുന്നതിനൊപ്പം കേരളത്തിലും നടപ്പാക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ആ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിലും നടപ്പാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരിക്കുകയാണ്. കേരളത്തിന്റെ സമയം നീട്ടി നൽകണമെന്ന ആവശ്യം നിരാകരിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലും ആദ്യഘട്ടത്തിൽ തന്നെ SIR നടപ്പാക്കുന്നു. 23 വർഷങ്ങൾക്ക് ശേഷം കേരളം ഈ പ്രക്രിയയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ SIR നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ പരിഗണനയിലിരിക്കെയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഈ SIR നടപ്പാക്കാനുള്ള നീക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം കേൾക്കാം. कल से SIR शुरू होने वाला है. अंडमान एंड निकोबार आइलैंड यूनियन टेरिटरी, स्टेट छत्तीसगढ़, गोवा, गुजरात, केरल, यूनियन टेरिटरी लक्षद्वीप, मध्य प्रदेश, पुदुचेरी यूनियन टेरिटरी, राजस्थान, तमिलनाडु, उत्तर प्रदेश, वेस्ट बंगाल, इन 12 राज्यों में कुल मतदाता 51 करोड़ के लगभग हैं. लगभग 5,33,000 बूथ लेवल ऑफिसर्स इस महान कार्य में अपना योगदान देंगे. അപ്പോൾ 23 വർഷങ്ങൾക്ക് ശേഷം 2002 ഇതിനു മുൻപ് കേരളത്തിൽ SIR നടപ്പിലായത്. അത് പ്രകാരം കേരളത്തിൽ 2.24 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും ആ പ്രക്രിയയിലേക്ക് കേരളം അടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനമായിരിക്കുന്നു. കേരളത്തിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ടുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുകയാണ്. അഭിലാഷ്, കേരളത്തിന്റെ ആവശ്യം നിരാകരിക്കപ്പെട്ടിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പടിവാതിക്കലെത്തി നിൽക്കുമ്പോഴാണ് SIR നടപ്പാക്കാനുള്ള ഒരു തീരുമാനം വരുന്നത്. വലിയ രാഷ്ട്രീയ പരമായ പ്രത്യാഘാതങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാക്കാവുന്ന ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചത്? കേരളത്തോടൊപ്പം മറ്റെവിടങ്ങളിലൊക്കെയാണ് SIR നടപ്പാക്കുന്നത്? രേണുക, വോട്ടർ പട്ടികയുടെ തീവ്ര റിവിഷൻ അതിപ്പോൾ നാളെ മുതൽ ആരംഭിക്കുമെന്നുള്ളതാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. നാളെ മുതൽ അത് ആരംഭിക്കും. എല്ലാ പോളിംഗ് ഓഫീസേഴ്സും അതുപോലെ ചീഫ് ഇലക്ടർ ഓഫീസേഴ്സും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ പരിശീലനങ്ങൾ നാളെ മുതൽ ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കേരളമടക്കമുള്ള 12 സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ, അതിൽ യൂണിയൻ ടെറിട്ടറീസും സംസ്ഥാനങ്ങളും പെടും. അങ്ങനെ 12 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ SIR നടപ്പാക്കാൻ പോകുന്നത്. അതിൽ ഇപ്പോൾ തമിഴ്നാടുണ്ട്, പുതുച്ചേരിയുണ്ട്, ആസാമുണ്ട്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ഗോവയുണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, രാജസ്ഥാനുണ്ട്, വെസ്റ്റ് ബംഗാളുണ്ട് തുടങ്ങി പ്രധാനപ്പെട്ട അടുത്ത 2026 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം ഇപ്പോൾ SIR നടപ്പാക്കാനാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനങ്ങളിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഇതിനെപ്പറ്റി സംസാരിക്കാനും ഈ SIRനെ കുറിച്ച് വിശദീകരിക്കാനും മറ്റന്നാൾ മുതൽ ചീഫ് ഇലക്ടറൽ ഓഫീസർമാരും ഡിസ്ട്രിക്ട് പോളിംഗ് ഓഫീഷ്യൽസും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ നേരിൽ പോയി കണ്ട് സംസാരിക്കണമെന്നുള്ള കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. അതായത് നാളെ മുതൽ ആരംഭിക്കുന്ന ഈ ഒരു SIR 2026 ഫെബ്രുവരി 7 അവസാനിപ്പിക്കും. അതായത് 2026 ഫെബ്രുവരി 7 പുതുക്കിയ പട്ടിക നിലവിൽ വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് കേരളത്തിൽ
കേരളത്തിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും നടക്കുക. അതിന് ഒരു മാസം മുമ്പ് തന്നെ കൃത്യമായി കേരളത്തിലും പുതുക്കിയ വോട്ടർ പട്ടിക ലിസ്റ്റ് വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ SIR നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ചീഫ് ഇലക്ടറൽ ഓഫീസറിനോട് നേരിട്ട് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ കേരളത്തിനെ SIR നടപ്പാക്കുന്നതിൽ നിന്ന് ആദ്യഘട്ടത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിരുന്നു. കേരള നിയമസഭയിൽ SIR നടപ്പാക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം പാസാക്കിയിരുന്നു. എന്നാൽ അതിനെ എല്ലാം തള്ളിക്കൊണ്ടാണ്, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ ആവശ്യങ്ങളും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള ഗ്യാനേഷ് കുമാർ കേരളം ഉൾപ്പെടുന്ന പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഈ വിഷയത്തിലുണ്ടാവും. കേരളത്തിൽ അവസാനമായി ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത് 2002-ലാണ്. അന്ന് 2,24,00,000 വോട്ടർമാരായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 2,78,00,000-ത്തോളം ആൾക്കാരുണ്ട്. അതായത് 54 ലക്ഷത്തിലധികം ആൾക്കാർ ഇപ്പോൾ വോട്ടർ പട്ടികയിലുണ്ട്. എന്നാൽ ഈ ഒരു കാര്യത്തിലാണ് ഇനിയിപ്പോൾ വോട്ടർ പട്ടിക പുതുക്കുമ്പോൾ ഇവരുടെ എണ്ണം കുറയുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ആശങ്കയുള്ളത്. കാരണം ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരിച്ചപ്പോൾ ഏതാണ്ട് 65 ലക്ഷത്തിലധികം ആളുകൾ പട്ടികയിൽ നിന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കും. അഭിലാഷ്, ഇതിൽ ഏതൊക്കെ രേഖകൾ ഹാജരാക്കാം, ഏതൊക്കെ രേഖകളാണ് അംഗീകാരം നൽകിയിട്ടുള്ളത്? അതുമായി ബന്ധപ്പെട്ടാണല്ലോ വലിയ ആശങ്ക ബീഹാറിൽ ഉടലെടുക്കുകയും പിന്നീട് അത് സുപ്രീം കോടതി വരെ എത്തുകയും ചെയ്ത സാഹചര്യമൊക്കെ നിലനിന്നത്. അതിനുശേഷം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ആധാർ ഒരു രേഖയായി പരിഗണിക്കാമെന്ന നിർദ്ദേശം വന്നത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഉണ്ടായിരുന്നോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ തന്നെ ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ? അതോ ബീഹാറിൽ ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നടപ്പിലാക്കിയ രീതിയിൽ തന്നെയാകുമോ കേരളത്തിലും മറ്റ് ഇതിനോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുള്ള ഇടങ്ങളിലും SIR നടപ്പാക്കുക? രേണുക, ഇപ്പോൾ ബീഹാറിലെ വിഷയം ഇപ്പോൾ കോടതിയിൽ ഇരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രേണുക പറഞ്ഞതുപോലെ ആധാർ കാർഡിനെ ഒരു ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡായിട്ട് കാണാൻ കഴിയില്ലെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. എന്നാൽ ആ വിഷയം സുപ്രീം കോടതി പോകുമ്പോഴാണ് ആധാർ കാർഡിനെ ഒരു പൗരത്വ ഐഡന്റിറ്റി കാർഡായിട്ട് കാണാൻ കഴിയില്ലെങ്കിൽ പോലും അതിനെ ഒരു വോട്ടിടാൻ പോകുന്ന സമയത്ത് അതിനൊരു തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡായിട്ട് ഉപയോഗിക്കാമെന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ നിലപാട്. ആ ഒരു കാര്യം ഇത് തന്നെയായിരിക്കും മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ടാവുക. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുപോലെ വോട്ടിടാൻ പോകുന്ന സമയത്ത് തിരിച്ചറിയൽ കാർഡിനായിട്ട് ആധാർ കാർഡ് ഉപയോഗിക്കാം എന്നുള്ളത് തന്നെയാകും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. കാരണം സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ് ആധാർ കാർഡിനെ കൂടെ ഉൾപ്പെടുത്തണമെന്നുള്ളത്. പാസ്പോർട്ട് അടക്കമുള്ള മറ്റ് രേഖകൾ ഇതിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് ആധാർ കാർഡിനെ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ സുപ്രീം കോടതി അതിനെ എതിർത്താണ് ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇനി ഇതിന്റെ കൂടുതൽ വിവരങ്ങളും മറ്റു കാര്യങ്ങളും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും കേരളത്തിൽ നാളെ മുതൽ തന്നെ കേരളമടക്കമുള്ള 12 സംസ്ഥാനങ്ങളിൽ നാളെ മുതൽ പോളിംഗ് ഒഫീഷ്യൽസിനും അതുപോലെ ചീഫ് ഇലക്ടറൽ ഓഫീസേഴ്സും കൃത്യമായ രീതിയിൽ ഈ SIR നടപ്പാക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്കും ട്രെയിനിങ്ങും നാളെ മുതൽ ആരംഭിക്കും. അതിനുശേഷം പല രീതിയിലുള്ള കടമ്പകൾ കടന്ന് അവസാനം 2026 ഫെബ്രുവരി 7-ന് പുതുക്കിയ പട്ടിക പ്രഖ്യാപിക്കും. അങ്ങനെ വരുമ്പോൾ അഭിലാഷ് തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം വി ശിവദാസൻ MP ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ശിവദാസൻ, നോക്കൂ, കേരളത്തിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഒരു ഇളവ് വേണമെന്നൊരാവശ്യം കേരളം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരുന്നു എന്ന പ്രഖ്യാപനമാണ് ഗണേഷ് കുമാറിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? രാജ്യത്ത് ജനങ്ങളുടെ അഭിപ്രായത്തെ തൃണവൽഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് ഇന്ത്യ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയും അദ്ദേഹം ശുപാർശ ചെയ്ത മന്ത്രിയും ചേർന്ന് നിയമിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ നേരത്തെ തന്നെ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത് നാം കാണേണ്ടത് രാജ്യത്താകെ വോട്ടർ പട്ടികയിലെ കൃത്രിമം വരുത്തിക്കൊണ്ട് ഭരണം പിടിച്ചെടുക്കാനുള്ള BJPയുടെ ഗൂഢതന്ത്രത്തെ സഹായിക്കുന്ന ഒരു സമീപനം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അമ്പലപ്പുളവാക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവരാണ് നാം. പക്ഷെ ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവൃത്തി, അത് ഒരു തരത്തിലും ജനാധിപത്യവാദികളെ സന്തോഷിപ്പിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
അവരിൽ അർപ്പിതമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള ചുമതല നിർവഹിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് BJPയുടെ ചുമതലകൾ, BJP പാർട്ടി ആഫീസ് എന്ന് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അതിന് പകരം ജനാധിപത്യ ഇന്ത്യയുടെ കാവൽ ഭടനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ശരിയായ ധാരണയോടുകൂടി വിഷയത്തെ സമീപിക്കാൻ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രാജ്യത്തെ ജനാധിപത്യവാദികൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ കേരളം നിലപാട് അറിയിച്ചതാണ്, പ്രമേയം പാസാക്കിയതാണ്. അതിനുശേഷവും ഇങ്ങനെ ഒരു യോഗം വിളിക്കുകയും അഭിപ്രായം ആരായുകയും ഒക്കെ ചെയ്തത് പ്രഹസനമെന്ന് വേണം കരുതാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നരേന്ദ്രമോദി ശുപാർശ ചെയ്തിട്ട് കസേരയിലിരിക്കുന്ന ആളല്ലേ? അതിനപ്പുറത്ത് വേറെന്താ? അദ്ദേഹത്തിന്റെ യോഗ്യത എന്താണ് എന്നുള്ളത് ലോകം ചോദിക്കില്ലേ? അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാജ്യത്തിലെ ജനങ്ങൾ ബഹുമാന്യതയോടെ നോക്കിക്കാണണമെങ്കിൽ അർഹിക്കുന്ന ബഹുമാനം ആർജിക്കാൻ പറ്റുന്ന നിലയിൽ, ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒന്നായിരിക്കണം, ഒരു സമിതിയായിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികളുമായി കേരളം മുന്നോട്ട് പോവുകയായിരുന്നല്ലോ. അതിന്റെ വിജ്ഞാപനം ഉൾപ്പെടെ ഉടൻ വരുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടമായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ആ പ്രവർത്തനങ്ങളെയൊക്കെ ബാധിക്കുമോ ഇപ്പോഴത്തെ ഈ SIR പ്രഖ്യാപനം? ശരി, അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലില്ല. വളരെ നന്ദി വി ശിവദാസൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ UDF കൺവീനർ അടൂർ പ്രകാശ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ അടൂർ പ്രകാശ്, കോൺഗ്രസും ഈ വിഷയത്തിൽ SIR ഇപ്പോൾ നടപ്പാക്കരുത് എന്നൊരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം വരുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിൽ SIR നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും എന്നതാണ് പ്രഖ്യാപനത്തിൽ പറയുന്നത്. നിർഭാഗ്യകരമായ ഒരു വാർത്തയാണ് കേൾക്കാൻ കഴിയുന്നത്. ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥിതികളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നീതിപൂർവമായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഈ SIR-മായി പോകണം എന്നുള്ളതാണ്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, മിക്കവാറും BJP ഒഴിച്ച് ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ ഇന്ന് ജനാധിപത്യത്തിന് യാതൊരു നിലയും വിലയും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുകയാണ്. BJP ഗവൺമെന്റ് പറയുന്നതനുസരിച്ച് തുള്ളുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനായി മാറുന്നു എന്ന് പറയുമ്പോൾ അത് നിർഭാഗ്യകരമായ ഒരു കാര്യമായിട്ട് മാത്രമേ ഇതിനെ കാണുവാൻ കഴിയുന്നുള്ളൂ. ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുവാൻ ശ്രീ മോഡിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ സത്യത്തിൽ തികച്ചും അന്യായമായ കാര്യമാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഇത് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് എടുത്ത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ അടൂർ പ്രകാശ്, നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിന് ഏറ്റവും എളുപ്പത്തിലേക്ക് നീങ്ങാൻ, അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാൻ തയ്യാറെടുക്കുന്ന ഒരു ഘട്ടമാണല്ലോ ഈ പ്രഖ്യാപനം. ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരുന്ന ഈ നടപടിക്രമങ്ങൾ അതിനെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്നാണ് കരുതുന്നത്? തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി മുമ്പോട്ട് പോകുന്ന പ്രവർത്തകർ എന്നുള്ള നിലയിൽ അവർക്ക് ഒരുപാട് ജോലികൾ ചെയ്യുവാനുള്ളതാണ് എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി പോകുന്ന അവസരത്തിൽ ഇത് ഒന്ന് മാറ്റിവെക്കണം എന്ന് പറഞ്ഞത് തീർച്ചയായും ഏതാണ്ട് 54 ലക്ഷത്തോളം പേർക്ക് പുതുതായി ഇതിൽ ഉൾപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം വരും, 2002 ഉൾപ്പെടാത്തവർക്ക്. അപ്പോൾ അവരെ ഉൾപ്പെടുത്തുക, അതിന് മുൻകൈ എടുക്കുക എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ കൂടി സഹായത്തോടു കൂടിയാണ്. അപ്പോൾ രണ്ട് പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും അല്ലേ? അത് തന്നെ ഞാൻ പറഞ്ഞു വന്നത് അതാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബോധപൂർവമായി നിറവേറ്റപ്പെടുന്ന ഒരു ആസൂത്രിതമായ ഒരു പദ്ധതിയായിട്ടാണ് ഇതിനെ കാണേണ്ടതായിട്ടുള്ളത്. ഇത് തികച്ചും അന്യായമായ ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും പൊതുജനങ്ങൾക്ക് കൂടി പങ്കാളിത്തം വരാൻ കഴിയുന്ന തരത്തിലേക്കാണ് ഇത്തരം കാര്യങ്ങൾ നിറവേറ്റപ്പെടാനുള്ളത്. അത് ജനാധിപത്യ ബോധമുള്ള ഏതൊരാൾക്കും ആ കാര്യങ്ങളെ കുറിച്ച് പറയുവാനും അതിനുള്ള
അവകാശമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്നിപ്പോ അത് ആ അവകാശങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. കേന്ദ്ര ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നതിന്റെ ഭാഗം എന്നുള്ള നിലയിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വിനിയോഗിക്കപ്പെടുന്നു എന്ന് ഞങ്ങൾ ആക്ഷേപിച്ചാൽ അതിൽ തെറ്റുണ്ടാകും എന്ന് കരുതുന്നില്ല. ഇപ്പോൾ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ഇനി ഏതെങ്കിലും തരത്തിൽ ഇതിനെ ചലഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അപ്പീൽ നൽകുക ഇത് സാധ്യമാണോ? ഇനി ഏതെങ്കിലും തരത്തിൽ കേരളത്തിന് മുന്നിൽ വഴികളുണ്ടോ ഇത് അല്പം നീട്ടിവെക്കുക എന്നത് സംബന്ധിച്ച്? അത്തരത്തിലുള്ള വഴികൾ ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഇൻഡിപെൻഡന്റ് ആയി നടത്തേണ്ട പ്രവർത്തനങ്ങളും ജോലികളുമാണ്. പക്ഷെ ആ കാര്യങ്ങൾ ഒക്കെ തന്നെ നിറവേറ്റപ്പെടുമ്പോൾ അതിന്റെ എല്ലാ വരാഴികളും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇത് തൽക്കാലം മാറ്റിവെക്കണം, ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ടത്. പക്ഷെ അതൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അത് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും എന്തായാലും ജനാധിപത്യപരമല്ല ഈ തീരുമാനം എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ശ്രീ അടൂർ പ്രകാശ് MP ആണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷവും CPI അയയുന്നില്ല. കടുത്ത നിലപാടിലേക്ക് CPI നീങ്ങുകയാണ്. മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കാനാണ് CPIയുടെ നീക്കം. ഇന്ന് മുഖ്യമന്ത്രിയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് പോകുമ്പോൾ അദ്ദേഹം എല്ലാം പോസിറ്റീവായാണ് തങ്ങൾ കാണുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ തിരിച്ചു വരുമ്പോഴും പോസിറ്റീവ് അല്ല കാര്യങ്ങൾ. ഇപ്പോൾ CPI വീണ്ടും യോഗം ചേർന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. നിലപാടിൽ ഒരു മാറ്റവും വേണ്ട. മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. നിലപാട് കടുപ്പിക്കുകയാണ് PM ശ്രീയിൽ CPI ചെയ്യുന്നത്. ഇത് എന്ത് സർക്കാർ എന്നതാണ് CPI സംസ്ഥാന സെക്രട്ടറി നേരത്തെ ചോദിച്ചിരുന്നത്. ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും CPI പിന്നോട്ട് പോകുന്നില്ല. 2017 തോമസ് ചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധത്തിൽ CPI മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചിരുന്നു. CPIയുടെ 4 മന്ത്രിമാർ വിട്ടുനിന്നിരുന്നു. ഒടുക്കം അത് CPMന് വഴങ്ങേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. തോമസ് ചാണ്ടിയെ രാജിവെപ്പിക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. സമാനമായ നിലയിലേക്ക് PM ശ്രീയിലും കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. CPI നിലപാട് കടുപ്പിച്ചിരിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ല. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, CPI ശരണ്യ സ്നേഹജനിലേക്ക് വരാം. എന്തായാലും CPI നിലപാടിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല എന്നതാണ് ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്ത. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലത്തിൽ നിൽക്കുമ്പോൾ മുന്നണിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നൊരു തോന്നൽ, മുന്നണിക്കുള്ളിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്, രാഷ്ട്രീയ എതിരാളികൾക്ക് അവസരമുണ്ടാക്കരുത് തുടങ്ങിയ ആലോചനകൾ CPIയിൽ ഇന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചില സമവായങ്ങൾ ഉണ്ടാകുമോ എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിഷയത്തിൽ ഇടപെടുമ്പോൾ അനുനയിക്കപ്പെടുമോ CPM എന്ന തോന്നലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോഴും CPI നിലപാടിൽ മാറ്റം വരുത്തുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. CPIയെ ഇരുട്ടിൽ നിർത്തി, മുന്നണിയെ ഇരുട്ടിൽ നിർത്തി, ഘടകകക്ഷിയെ ഇരുട്ടിൽ നിർത്തി മന്ത്രിസഭാ യോഗത്തിൽ പോലും കാര്യങ്ങൾ വിശദീകരിക്കാതെ ആണ് ഈ തീരുമാനത്തിലേക്ക് പോയത്. അത് മുന്നണി മര്യാദയ്ക്ക് ചേർന്ന കാര്യമല്ല നടന്നത്. CPI ദേശീയ നേതൃത്വത്തിന് അയച്ച കത്തിൽ ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്ന തരത്തിൽ വരെ സൂചനകൾ നൽകിക്കൊണ്ടാണ് CPI ഈ വിഷയത്തിലുള്ള പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. CPI സംസ്ഥാന നേതൃത്വത്തിന്റെ എന്ത് തീരുമാനവും ഈ വിഷയത്തിൽ സ്വീകരിക്കാം എന്നതാണ് ദേശീയ നേതൃത്വം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള നിലപാട്. ഇപ്പോൾ നിലപാട് കടുപ്പിക്കാൻ തന്നെ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാന നേതൃത്വം ഇന്ന് എക്സിക്യൂട്ടീവ് ചേരുമ്പോൾ നേരത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സമാനമായ വികാരമാണ് ഉണ്ടായത്. ഏത് തലത്തിൽ വരെയും പ്രതിഷേധം കടുപ്പിക്കണം, ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിലപാടുകൾ ഈ യോഗത്തിൽ ഉയർന്നു. യാതൊരു തരത്തിലും നിലപാടിൽ അയവ് വരുത്തേണ്ടുന്ന സാഹചര്യമില്ല എന്നതായിരുന്നു ആ യോഗത്തിലെ പൊതുവികാരം. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്കായി എത്തിയത്, മുഖ്യമന്ത്രിയുമായി സംസാരിച്ചത്. നേരത്തെ വി ശിവൻകുട്ടി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം MN സ്മാരകത്തിലെത്തി ബിനോയ് വിശ്വവുമായും മന്ത്രി GR അനിലുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം
മൂന്ന് നേതാക്കളും ഒരുമിച്ചുള്ള ഒരു ഊഷ്മളമായ ബന്ധത്തിന്റെ ഒരു ഫോട്ടോ അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അതൊക്കെ പ്രശ്നങ്ങൾ കോംപ്രമൈസ് ആക്കുന്നു, സോൾവ് ആകുന്നു എന്നതിന്റെ സൂചനകളായാണ് പുറത്തേക്ക് വന്നതെങ്കിൽ ഇപ്പോഴും CPI അയഞ്ഞിട്ടില്ല. CPI നിലപാട് കടുപ്പിക്കുകയാണ്. മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല. അതിനുശേഷം CPIയുടെ യോഗങ്ങൾ ചേരുന്നുണ്ട്. ഇപ്പോൾ CPM മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ SSIയുടെ പണം വാങ്ങുക, PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് വൈകിപ്പിക്കുക എന്നതാണ്. മറ്റൊരു കാര്യം, ഒരു സമിതി രൂപീകരിച്ചതിനെക്കുറിച്ച് വിശദമായി പഠിക്കുക എന്നതാണ്. ഈ നിർദ്ദേശങ്ങളൊക്കെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മാത്രവുമല്ല, മുഖ്യമന്ത്രി നേരിൽ കണ്ടപ്പോൾ വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നത് കൂടി അറിയണം. അതൊക്കെയും ചർച്ച ചെയ്ത ശേഷമായിരിക്കും ഇനി CPI ഈ വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോവുക. ഇപ്പോൾ ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, CPI നിലപാടിൽ ഒരയവും വരുത്തുന്നില്ല, മാത്രമല്ല നിലപാട് കടുപ്പിക്കുകയാണ്. 2017 എങ്ങനെയാണോ മുന്നണിയെ സമ്മർദ്ദത്തിലാക്കിയത്, ആ തലത്തിലേക്ക് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധം CPI അതിലേക്ക് നീങ്ങുന്നു എന്ന വിവരം വരുന്നു. എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ? മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പെന്താണ്? അതിനുശേഷവും കടുത്ത തീരുമാനത്തിലേക്ക് CPI പോകുന്നത് എന്തുകൊണ്ടാണ്? ശരണ്യയിലേക്ക് വരാം. ശരണ്യ സ്നേഹജൻ അവിടെ നിന്ന് വിവരങ്ങൾ തേടുകയാണ്. നമുക്കറിയാം, വളരെ സന്നിഗ്ധമായ ഒരു ഘട്ടമാണ്. CPIയെ സംബന്ധിച്ച് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ നീങ്ങുന്ന ഘട്ടത്തിൽ മുന്നണിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ നിലപാടെടുക്കേണ്ടി വരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു ബുദ്ധിമുട്ട് CPI സംബന്ധിച്ചുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ മുന്നണിയെ ഇരുട്ടിൽ നിർത്തി, ഘടകകക്ഷി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPIയെ ഇരുട്ടിൽ നിർത്തിയാണ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ആ വലിയ എതിർപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPI ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോഴും യാതൊരു തരത്തിലും ഒരു വിവരങ്ങളും കൈമാറാതെ CPIയെ ഇരുട്ടിൽ നിർത്തി ഈ ധാരണാപത്രത്തിൽ ഒപ്പിടാനുള്ള നീക്കം നടക്കുകയായിരുന്നു. മുന്നണിയിലോ മന്ത്രിസഭാ യോഗത്തിലോ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും വിശദീകരിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. ഇത് വലിയ ഇൻസൾട്ടായിട്ടാണ് CPI കാണുന്നത്. ഈ ഘട്ടത്തിൽ പ്രതികരിക്കാതിരിക്കുന്നത്, ഏതെങ്കിലും തരത്തിൽ നിലപാടിൽ അയവ് വരുത്തുന്നത് തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ശരിയായി ഭവിക്കില്ല എന്ന ബോധ്യത്തിലാണ് CPI ഈ നിലപാട് എടുക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത്. മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് CPI നീങ്ങുകയാണ്. ശരണ്യ, എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, ചർച്ച വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവിടെ നിന്ന് നൽകാനുള്ള വിവരം. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPI അവരുടെ കടുത്ത വിയോജിപ്പിൽ തന്നെ തുടരുന്നു എന്ന് തന്നെ പറയാം. ആദ്യഘട്ടത്തിൽ ബിനോയ് വിശ്വമാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഒടുവിൽ പുറത്തേക്ക് പോയി. അതിന് പിന്നാലെ 3 മന്ത്രിമാർ, GR അനിൽ, ഒപ്പം തന്നെ റവന്യൂ മന്ത്രി K രാജൻ, P പ്രസാദ് അടക്കമുള്ളവർ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് പോയി. അവരും പുറകെ ഇറങ്ങി. പക്ഷേ ആരുടെയും മുഖം തൃപ്തിയല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ 29 ചേരുന്ന, അതായത് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ വിട്ടുനിൽക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 4 സംസ്ഥാന കൌൺസിൽ ചേരും. 4 ചേരുന്ന സംസ്ഥാന കൌൺസിലിൽ തീരുമാനിക്കും എത്ര കാലത്തേക്ക് വിട്ടുനിൽക്കണം എന്നതിനെ സംബന്ധിച്ച് 4 ചേരുന്ന സംസ്ഥാന കൌൺസിലാണ് തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ CPIയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് അവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. P പ്രസാദ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഒപ്പം ഈ തീരുമാനത്തിൽ, അതായത് കൂടിയ എക്സിക്യൂട്ടീവിന്റെ തീരുമാനത്തിൽ നിലപാടുകൾ മാറ്റം വരുത്താനാവില്ല, നിലപാടുകൾ വളരെ ഗൌരവമുള്ളതാണ്, നയത്തിൽ മാറ്റം വരുത്താനാകില്ല എന്നായിരുന്നു K രാജൻ അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചത്. അതിന് സമാനമായ രീതിയിൽ അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് CPM സ്വീകരിച്ച കാര്യങ്ങൾ, അതായത് പദ്ധതി വൈകിപ്പിക്കാം, പണം വാങ്ങുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ തീരുമാനമാകേണ്ടതില്ല, അല്ലെങ്കിൽ വാങ്ങുന്നതിനെ സംബന്ധിച്ചുള്ള വേഗത കാണിക്കേണ്ടതില്ല. ഒപ്പം തന്നെ സ്കൂളുകളുടെ ലിസ്റ്റുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടും അതുടനെ നൽകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനമാണ് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത്. ആ തീരുമാനം തന്നെ മുഖ്യമന്ത്രി നേരിട്ടെത്തി ഇവിടെ അറിയിക്കാനുള്ള കൊമ്മാടി ഗസ്റ്റ് ഹൌസിൽ, നമ്മളിപ്പോൾ ഉള്ള ആലപ്പുഴ കൊമ്മാടി ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു ചർച്ച നടന്നത്. 3:30 മുഖ്യമന്ത്രി എത്തി. അപ്പോൾ എക്സിക്യൂട്ടീവിന് ശേഷം ബിനോയ് വിശ്വവും ഉൾപ്പെടെയുള്ള ആളുകളും ഇങ്ങോട്ട് എത്തി. ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയും മാത്രമായുള്ള കൂടിക്കാഴ്ചയാണ് നടന്നത്. ആ കൂടിക്കാഴ്ച വിജയകരമല്ലായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി വന്ന ബിനോയ് വിശ്വത്തിന്റെ മുഖഭാവത്തിൽ തന്നെ
തന്നെ വ്യക്തമായിരുന്നു. അതിനുശേഷമാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പോയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക്, അതായത് അത്തരത്തിൽ RSS വിദ്യാഭ്യാസ മേഖലയിൽ RSSന്റെ പ്രചാരണം നടത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ RSS കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ രീതി, അതിനോട് രീതിയിലുള്ള കേന്ദ്ര നയങ്ങളോട് അംഗീകരിക്കാനാവില്ല എന്നുള്ള നിലപാട് അവർ എടുക്കുന്നു. ആ നിലപാടിൽ ഒട്ടും മാറ്റമില്ലാതെ വെള്ളം ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നതാണ്. ഇത്തരത്തിലൊരു സാഹചര്യം ഇതുവരെ അങ്ങനെ ഒരു വളരെ വിരളമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇടതുപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണിയായ ഇടതുപക്ഷ CPI, അതായത് CPM കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണിയായ CPIയിലെ മന്ത്രിമാർ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പ്രതിഷേധ സൂചകമായി മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിമിഷം പങ്കുവയ്ക്കാനുള്ള വിവരം. കടുത്ത പ്രതിഷേധത്തിലേക്ക് CPI മന്ത്രിമാർ നീങ്ങേണ്ടി വരുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ബിനോയ് വിശ്വം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അത് ഒരു വലിയ പ്രതിഷേധത്തിലേക്കാണ് നീങ്ങുന്നതെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഇടത് സർക്കാരിന്റെ ഒരു അഭിവാജ്യ ഘടകമാണ് ഞങ്ങൾ, എന്താണ് ഇടതുപക്ഷ പ്രസ്ഥാനം, അവരിലുള്ള വിശ്വാസം എന്നതൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ്, മുന്നണിയുടെ കെട്ടുറപ്പ് എന്താണ് എന്നത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ബിനോയ് വിശ്വം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തങ്ങളുടെ എതിർപ്പ് എന്താണ് എന്നതും, എന്താണ് ഈ നിലപാട് എന്നുള്ളതും, എന്താണ് സാഹചര്യങ്ങൾ എന്നുള്ളതും ഒക്കെ വിശദീകരിച്ചത്. പക്ഷേ ഇപ്പോൾ അതിന് വിഘാതം സംഭവിക്കുന്ന, മുന്നണിയുടെ ഐക്യത്തിന് തന്നെ വിഘാതം സംഭവിക്കുന്ന തരത്തിലേക്കുള്ള പ്രത്യക്ഷ പ്രതിഷേധങ്ങളിലേക്ക് CPIക്ക് പോകേണ്ടി വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശരണ്യ, ഇന്ന് മുഖ്യമന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ ഒരു സമവായം ഉണ്ടാകും എന്നത് എല്ലാവരും കരുതിയിരുന്നതാണ്. കാരണം CPI അവരുടെ നയപരമായ വിഷയം എന്ന നിലയിൽ അതിൽ ഒരു പ്രതിഷേധം ഉയർത്തുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ട് അവർക്ക് ഉറപ്പുകൾ നൽകുന്നു, അനുനയിപ്പിക്കപ്പെടുന്നു, ഒരു സമിതി രൂപീകരിക്കുന്നു, പഠിക്കുന്നു. മാത്രവുമല്ല CPI ഏറ്റവും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത് ഈ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിന് ഇത് വഴിവെക്കും എന്നതാണ്. അപ്പോൾ അത് ഉണ്ടാകില്ല എന്ന തരത്തിലൊരു ഉറപ്പ് കൊടുക്കുന്നു. ഈ ധാരണാപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കില്ല എന്ന ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടും, ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുമിച്ച് നീങ്ങും മുന്നണി എന്നതായിരുന്നു സാഹചര്യമെങ്കിൽ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം പോലും അത്തരമൊരു സമവായം രൂപപ്പെടുന്നില്ല എന്നത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിക്ക് യാതൊരു ഉറപ്പും ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? അതോ ഈ തട്ടിക്കൂട്ട് എന്ന് വെച്ചാൽ ധാരണാപത്രം ഒപ്പിട്ടു പക്ഷെ നടപ്പാക്കില്ല എന്ന് പറയുന്ന കളവ് സമീപനം, അല്ലെങ്കിൽ കള്ളത്തരത്തിൽ ഞങ്ങൾ ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് CPI ഉറച്ചു നിന്നോ? എന്താണ് സമവായത്തിലെത്തുന്നതിന് വിഘാതമായത്? രേണുക, പൂരം കലക്കൽ വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പലപ്പോഴും CPI ഉന്നയിക്കുന്ന വിഷയങ്ങൾ വളരെ ഗൌരവത്തോടുകൂടി അവർ കൊണ്ടുവരികയും ആ വിഷയങ്ങൾ പിന്നെ പൂർണ്ണമായൊരു വിജയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ആക്ഷേപത്തിന് ഇരയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ എപ്പോഴും ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ എടുക്കുന്ന ആ ഒരു തീരുമാനത്തിന് വിധേയരായി മുന്നോട്ട് പോകുന്നു എന്നുള്ള പരക്കെയുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പുതിയ വിഷയങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് വളരെ ഗൌരവകരമായ ഒരു വിഷയമാണ് എന്നുള്ളതാണ് കെ രാജൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത്. നയപരമായ ഒരു നയത്തെ, ഇടതുപക്ഷത്തിന്റെ നയത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ കാവ്യവൽക്കരണം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അതായത് ഈ അത്തരത്തിലൊരു കരാറിൽ ഒപ്പിടുന്നത് വഴി ആ കേന്ദ്ര സർക്കാരിന്റെ ആ രീതിയിലുള്ള പാഠ്യപദ്ധതിയിലേക്ക് നമ്മൾ നീങ്ങുന്നത് വഴി അത്തരത്തിൽ ഒരു കാവ്യവൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ പതുക്കെ അത് വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടി കടന്നു വരാൻ ഇടവരും എന്നുള്ളതായിരുന്നു. അത് സംബന്ധിച്ച് കൃത്യമായി വിയോജിപ്പ്, അതായത് PM-ശ്രീ പദ്ധതിയെ സംബന്ധിച്ച കൃത്യമായ വിയോജിപ്പ് ഈ CPI നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ മന്ത്രിസഭാ യോഗത്തിൽ അത് ഇടതുപക്ഷത്തിൽ ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ LDF ചർച്ച ചെയ്തതിനു ശേഷം പിന്നീട് തീരുമാനം കൈക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇത് രഹസ്യമായി ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുന്നു. ആ കരാർ ഒപ്പിട്ട കരാറുമായി മുന്നോട്ട് പോകുന്നു. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അടക്കമുള്ള ചുരുക്കം ചില ആളുകൾ മാത്രം ആ മന്ത്രിസഭയിൽ ഈ കാര്യങ്ങൾ അറിയുന്നു എന്നുള്ളത് തന്നെ വളരെയധികം പ്രകോപിപ്പിക്കുന്ന രീതിയിൽ CPI വളരെയധികം അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമായിരുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അത് മാത്രമല്ല, ആ എടുത്ത നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കുന്ന, ഇടതുപക്ഷത്തിന്റെ നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കുന്ന രീതിയിലുള്ള ഒരു കരാറാണ് ഇത് എന്നുള്ള ഉറച്ച നിലപാടിൽ CPI നിൽക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരികയും അതിൽ MA ബേബി അടക്കമുള്ള ആളുകൾ, മറ്റ് CPM-ന്റെ തന്നെ മറ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ആരും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്കും ധാരണ പലർക്കും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പലരും മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വാർത്തകൾ വന്ന പശ്ചാത്തലത്തിലായിരുന്നു
ആയിരുന്നു ഈ വിഷയത്തെ സംബന്ധിച്ച് അറിയുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത് എന്തായാലും ഇങ്ങനെ ഒരു കരാറുമായി മുന്നോട്ട് പോയി ഇനി അതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് കടക്കാനാകും, അതായത് കരാർ പിൻവലിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, മറിച്ച് എന്താണ് അടുത്ത സൊല്യൂഷൻ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചകളാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അത് വിജയകരമായി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. എല്ലാ കാര്യത്തിലും അനുനയം സാധ്യമായിട്ടില്ല എന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഞാൻ ശരണ്യ സ്നേഹനിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ റെജി ലൂക്കോസ്, മുഖ്യമന്ത്രി ഇടപെട്ട് CPI നേതാക്കന്മാരുമായി സംസാരിക്കുമ്പോൾ, മന്ത്രിമാരും ആയും CPI സംസ്ഥാന സെക്രട്ടറിയുമായും സംസാരിക്കുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും, ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നതാണ് പൊതുവെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതുണ്ടാകുന്നില്ല. മാത്രവുമല്ല, കൂടുതൽ കടുത്ത തീരുമാനത്തിലേക്ക് CPI പോകുന്നു, മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തുകൊണ്ടാകും ഒരു സമവായം സാധ്യമാകാതെ പോയത്? അല്ല, അങ്ങനെ സമവായം സാധ്യമായില്ല എന്ന് പറയാനുള്ള ഘട്ടമായിട്ടില്ല. ആരും പ്രതികരിച്ചിട്ടില്ല. ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം വിഷയത്തിന്റെ ഭാഗത്തുനിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അവരുടെ മന്ത്രിമാരുടെ ഭാഗത്തുനിന്നോ ഔദ്യോഗികമായിട്ട് വിശദീകരണം വന്നിട്ടില്ല. അപ്പൊ ആ സ്ഥിതിക്ക് നമുക്ക് ഇങ്ങനെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നത് വളരെ അമിക്കബിളായിട്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ള തീരുമാനമൊന്നും അവരെടുത്തതായിട്ട് നമുക്ക് സൂചനകളില്ല. ഇനി അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് മറുപടി പറയണമെന്നുണ്ടെങ്കിൽ വിനോദ് വിശ്വം ഔദ്യോഗികമായിട്ട് സെക്രട്ടറി പറയും. സംസ്ഥാന സെക്രട്ടറി പറയും. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കും. പോവാ വഴി തരും. വഴി തന്നെയാണ്. അത് സെക്രട്ടറിമാരാണ് അത്തരം കാര്യങ്ങൾ ഔദ്യോഗികമായി പറയുന്നത്. അത് സെക്രട്ടറി പറയും. സെക്രട്ടറി പറയും. അത് പറയും. സെക്രട്ടറി പറയും. പിന്നെ അതിൽ കൂടുതൽ ചോദിക്കരുത്. കുത്തി ചോദിച്ചാലും ഒന്നും കിട്ടാൻ പോകും. ഇന്നത്തെ ദിവസത്തെ ചർച്ചകൾ തൃപ്തരാണോ? ഇന്ന് നടന്ന ചർച്ചകൾ തൃപ്തരാണോ? ഇല്ല, മറ്റേ സെക്രട്ടറി പറയാനുള്ള കാര്യങ്ങൾ സെക്രട്ടറി പറയാനുള്ള കാര്യങ്ങൾ സെക്രട്ടറി രാജിയാണോ? മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് വരുന്നു. ആരും പ്രതികരിക്കുന്നില്ല. CPI സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യങ്ങളിൽ പ്രതികരിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. CPI സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ എക്സിക്യൂട്ടീവ് ചേർന്ന് തീരുമാനമെടുക്കുമെന്നും എന്താകും നിലപാട് എന്നത് അന്നറിയാം എന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇന്ന് വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മന്ത്രി ചിഞ്ചുറാണി ഉൾപ്പെടെയുള്ളവർ ഈ യോഗങ്ങൾക്ക് ശേഷം പുറത്തേക്ക് പോകുന്നു. മന്ത്രി രാജൻ പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. മാധ്യമങ്ങളോട് ആരും തന്നെ പ്രതികരിക്കുന്നില്ല. സെക്രട്ടറി എന്താണ് ഉണ്ടായിട്ടുള്ള തീരുമാനം എന്ന് വിശദീകരിക്കും എന്നതാണ് പൊതുവെ ഉണ്ടായിട്ടുള്ള ഒരു തീരുമാനം. അത് സെക്രട്ടറി ആയിരിക്കും വിശദീകരിക്കുക. എന്തായാലും കടുത്ത തീരുമാനത്തിലേക്ക് CPI നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ശ്രീ റെജി ലൂക്കോസ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ സംശയം പ്രകടിപ്പിച്ചു, ഇവർ ആരും തുറന്നു പറഞ്ഞില്ലല്ലോ എന്നത്. CPI സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം ഉടൻ ഉണ്ടാകുമെന്നതാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. CPI നേതാക്കൾ തന്നെ സെക്രട്ടറി എല്ലാം വിശദീകരിക്കുമെന്ന് പറഞ്ഞു. അല്ലാതെ തീർച്ചയായിട്ടും CPIയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം എന്ന് പറയുന്നത് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഒരു പത്രസമ്മേളനത്തിലൂടെ അദ്ദേഹം പറയാൻ സാധ്യതയുണ്ട്. എന്തായാലും CPI ഒരു കടുത്ത തീരുമാനത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു കൂട്ടത്തുറവാത്തുള്ളൊരു മുന്നണിയിൽ നിന്ന് ഒരു ഘടകകക്ഷി ഒത്തുതീർപ്പിലേക്ക് എത്താതെ കണ്ട് പിൻവലിയും, അല്ലെങ്കിൽ അവർ മന്ത്രിമാരെ പിൻവലിക്കും, അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഇങ്ങനെയൊന്നും നമുക്കൊരു അന്തിമ തീരുമാനത്തിലേക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാതെ കൊണ്ട് നമ്മളിങ്ങനെ പ്രഡിക്ട് ചെയ്യുന്നത് അൺപ്രഡിക്റ്റഡ് ആയിട്ടുള്ള കാര്യം. താങ്കൾക്ക് നിമിഷങ്ങൾക്കകം തന്നെ അത് അറിയാമെന്നാണ് കരുതുന്നത്. ആ പി പ്രസാദും ബിനോയ് വിശ്വവും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നു. ഞാൻ പറയാം. ശരി ശരി, തുടങ്ങാം. ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല. സംസാരിച്ചു ഞങ്ങൾ മുഖ്യമന്ത്രിയെ. ആ സംസാരം വളരെ കോടികളായിരുന്നു. പക്ഷേ വിഷയങ്ങളുടെ പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഞങ്ങൾ അതുകൊണ്ട് അടുത്ത ഘട്ടം പിന്നീട് അറിയിക്കും. മന്ത്രിസഭാ യോഗങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് പറയുന്നു. പിന്നീട് അറിയിക്കാം. തീരുമാനം എടുത്തിട്ടില്ലേ? 29-നുള്ള എന്തായിരിക്കും? പിന്നാലെ അറിയിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ലീഡർഷിപ്പ് ഉണ്ട്, ഇവിടെയുണ്ട്, ഡൽഹിയിലുമുണ്ട്. ആവശ്യപ്പെട്ട എല്ലാ ആളുകൾക്ക് ശേഷം
യഥാസമയത്ത് എല്ലാം അറിയിക്കും. എന്റെ പൊന്നു ചങ്ങാതി ബഹളം വെക്കല്ലേ, ഷൗട്ട് ചെയ്യല്ലേ, ശാന്തമായിട്ട് നിൽക്ക്, ശബ്ദമായിട്ട് കാര്യമില്ല. ഇത് സംബന്ധിച്ച് അടുത്ത മന്ത്രിസഭ ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വിഷയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. യോഗത്തിൽ പങ്കെടുക്കുന്നു. അതറിയില്ല, അറിയത്തില്ലേ. യഥാസമയത്ത് തീരുമാനം കൈക്കൊള്ളാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പിനാണ് ഇന്നത്തെ യോഗത്തിന്റെ തീരുമാനം എപ്പോഴാണ്? മുഖ്യമന്ത്രി വെച്ചിട്ടുള്ളത് CPI തള്ളിയോ? ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ഉന്നയിച്ച വിഷയങ്ങൾ പരിഹാരം ഉണ്ടായിട്ടില്ല. ഈ പുന്നപ്പുറ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ ഉന്നയിച്ച വിഷയത്തിൽ പരിഹാരമുണ്ടായിട്ടില്ല എന്നതാണ് CPI സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. തങ്ങൾക്ക് പരിഹാരമുണ്ടായിട്ടില്ല, ഇനി എന്ത് എന്നത് ആലോചിച്ച് തീരുമാനമെടുക്കും. ഇപ്പോൾ തീരുമാനം പറയുന്നില്ല എന്നതാണ് ബിനോയ് വിശ്വം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ മുഖത്ത് നിരാശ പ്രകടമാണ്. ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും. LDF യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യം വന്നപ്പോൾ അത് ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. പങ്കെടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നതുകൂടി നമ്മൾ കാണണം. അപ്പോൾ CPI കടുത്ത തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നില്ല. 3 ദിവസം, മറ്റന്നാളാണ് മന്ത്രിസഭാ യോഗം നടക്കേണ്ടത്. മറ്റന്നാൾ നടക്കേണ്ട മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമോ പങ്കെടുക്കില്ലയോ എന്നത് ഇപ്പോൾ പരസ്യമാക്കേണ്ട എന്നവർ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം CPI സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. പക്ഷേ കടുത്ത അമർഷമുണ്ട്. തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയതിനു ശേഷമെന്നും അവർ പറയുന്നു. ശരണ്യ സ്നേഹജൻ തുടരുന്നുണ്ട്. ശരണ്യ, തുറന്നു പറയുന്നില്ല എങ്കിൽ പോലും കടുത്ത നിലപാടിലേക്കാണ് എന്നതിന്റെ സൂചനകളുണ്ട്. പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു ബിനോയ് വിശ്വം. എന്തുകൊണ്ടാകും ഇപ്പോൾ പരസ്യപ്പെടുത്തേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് CPI എത്തിയത്? തീർച്ചയായിട്ടും വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല, പ്രശ്നങ്ങളായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കിയത്. തങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല, ആ പ്രശ്നങ്ങളായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ സമയത്ത് പറയേണ്ട ഉചിതമായ തീരുമാനങ്ങൾ അറിയിക്കുമെന്നുള്ളതാണ് ഇന്ന് നടന്ന, അതായത് 4-ന് സംസ്ഥാന കൗൺസിൽ വിളിച്ചിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. 4-ന് അടുത്ത ദിവസം 4 വരെ ചേർന്ന മന്ത്രിസഭാ യോഗങ്ങൾ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് CPI എത്തി നിൽക്കുന്നത്. അതായത് മന്ത്രിസഭാ യോഗത്തിൽ 29 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ട, 4-ന് ചേരുന്ന സംസ്ഥാന കൗൺസിൽ എടുക്കുന്ന തീരുമാനത്തിൽ ഇത്തരത്തിൽ വിട്ടുനിൽക്കുക, എത്ര നാൾ വിട്ടുനിൽക്കണം എന്നതിനെ സംബന്ധിച്ചുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ 4-ന് ചേർന്ന സംസ്ഥാന കൗൺസിൽ എടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ചർച്ച LDF യോഗത്തിൽ പങ്കെടുക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. LDF യോഗം ഉടൻ വിളിക്കുമെന്നും കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മറുപടിയായി തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞു എന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്താണ് കൃത്യമായി അദ്ദേഹം പറഞ്ഞത്? അതിലൊരു ആശങ്ക നിലനിർത്തി തന്നെയല്ലേ മറുപടി പറഞ്ഞത്? തീർച്ചയായിട്ടും സംഘടനാ രീതി അനുസരിച്ചുള്ള മറുപടികൾ അല്ലെങ്കിൽ പറയേണ്ട സമയത്ത് കാര്യങ്ങൾ അറിയിക്കുമെന്ന് പറയുമ്പോൾ പോലും കൃത്യമായി ഈ ഒരു സംഭവങ്ങളിൽ നിലവിലുണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു വിയോജിപ്പ് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ തന്നെ പ്രകടമാണ്. ഒപ്പം തന്നെ LDF യോഗത്തെ സംബന്ധിച്ചുള്ള ചോദ്യത്തിനും അത് അറിയിക്കേണ്ട സമയത്ത്, പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് അറിയിക്കേണ്ട സമയത്ത് അതിനുള്ള മറുപടി ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാലും നിലവിലത്തെ ഒരു തീരുമാനം എന്ന് പറയുന്നത് 29-ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. ഒപ്പം 4-ന് സംസ്ഥാന കൗൺസിൽ വിളിച്ചിട്ടുണ്ട്. 4-ന് ചേർന്ന സംസ്ഥാന കൗൺസിൽ തുടർന്ന് ഇനി ഈ വിഷയത്തെ എങ്ങനെ നേരിടണം എന്നതിനെ സംബന്ധിച്ചും ബഹിഷ്കരണത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ സംബന്ധിച്ചും ഒക്കെ കൃത്യമായ തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ മുഖ്യമന്ത്രി, അതായത് ഇന്ന് സെക്രട്ടേറിയറ്റിൽ എടുത്ത തീരുമാനങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അതിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള സമവായ കാര്യങ്ങൾ അതിൽ തൃപ്തരല്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ആ വിഷയങ്ങൾ, അതായത് ഈ പറഞ്ഞ പദ്ധതി നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് അടിയന്തരമായ തിടുക്കം കാണിക്കേണ്ട ആവശ്യമില്ല. ഒപ്പം
ഒപ്പം തന്നെ സ്കൂളുകൾ ലിസ്റ്റുകൾ അടക്കം നൽകുന്നതോ അല്ലെങ്കിൽ പണം വാങ്ങുന്നതോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടനടി തീരുമാനമെടുക്കേണ്ടതില്ല എന്ന്. പക്ഷേ അത്തരം മുന്നോട്ട് വെച്ച തീരുമാനങ്ങളൊന്നും തന്നെ CPI അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിട്ടുള്ളത്. എന്തായാലും ഇതിനകത്ത് ഇപ്പോൾ ഒരു സമവായം ഉണ്ടായിട്ടില്ല. മാത്രമല്ല നിലവിലത്തെ പ്രശ്നങ്ങളുടെ സാധ്യതകൾ അത് അല്പം പോലും മങ്ങാതെ ഇപ്പോഴും ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നു. തീർച്ചയായും PM ശ്രീയിൽ CPIയെ ഇരുട്ടിൽ നിർത്തി ഒപ്പിട്ട ആ നിലപാടിൽ കടുത്ത വിയോജിപ്പ് CPI തുടരുകയാണ്. അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി പറയുകയാണ്. നിലപാട് കടുപ്പിക്കാൻ തന്നെ CPI തീരുമാനിച്ചിരിക്കുന്നു. മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. പക്ഷേ ആ തീരുമാനം മാധ്യമങ്ങളോട് തുറന്നു പറയാൻ CPI സംസ്ഥാന സെക്രട്ടറി തയ്യാറായിട്ടില്ല. അത് ഹോൾഡ് ചെയ്യുകയാണ്. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും, അപ്പോൾ മാധ്യമങ്ങളോട് പറയും എന്നതാണ് ബിനോയ് വിശ്വം പറയുന്നത്. കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നുണ്ടോ എങ്കിൽ പോലും വിയോജിപ്പ് ഉണ്ട്, തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് പരസ്യമായി പറയുമ്പോൾ പോലും പ്രതിഷേധ സൂചകമായി എടുക്കാൻ പോകുന്ന നടപടി എന്താണ് എന്നത് പരസ്യപ്പെടുത്തുന്നില്ല. അതൊരു പക്ഷേ ഇനിയും സമവായത്തിനുള്ള സാധ്യതകൾ തുറന്നിടുകയാണ് CPI ചെയ്യുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റന്നാളാണ് മന്ത്രിസഭാ യോഗം നടക്കുന്നത്. ഒരു പക്ഷേ അതിനു മുൻപ് ഏതെങ്കിലും തരത്തിൽ പ്രശ്നപരിഹാരം അവർ പ്രതീക്ഷിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ 4-ന് ചേരുന്ന യോഗത്തിന് ശേഷം കൂടുതൽ തീരുമാനങ്ങൾ എത്ര നാൾ എങ്ങനെ ഈ പ്രതിഷേധം അറിയിക്കണം എന്നത് തീരുമാനമെടുത്തതിന് ശേഷം അറിയിക്കാം എന്നതാണ് CPI ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. എന്തായാലും മുഖ്യമന്ത്രി ഇടപെട്ട് നേരിട്ട് CPI സംസ്ഥാന സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി ഈ വിഷയം പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും CPI അയയുന്നില്ല. CPIക്ക് അത് ബോധ്യമായിട്ടില്ല, അവർക്ക് പ്രശ്ന പരിഹാരമായിട്ടില്ല എന്നത് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ കാണണം. ഇത് വളരെ പെട്ടെന്ന് സമവായത്തിലേക്ക് നീങ്ങുമോ എന്ന സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് MN സ്മാരകത്തിലെത്തി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിനുള്ള പ്രതികരണങ്ങളൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ ഇത് സമവായത്തിലേക്ക് എത്തും എന്നതായിരുന്നു നൽകിയിരുന്ന സൂചനകളെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല. മാത്രവുമല്ല മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് CPI എത്തുന്നു എന്ന് പറയുമ്പോൾ അതിരൂക്ഷമായ പ്രശ്നമാണ് LDF-ൽ ഉടലെടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയാണ് ഈ എതിർപ്പ് രേഖപ്പെടുത്തുന്നത്. അത് തെരഞ്ഞെടുപ്പുകളിലേക്ക് നീങ്ങുന്ന നിർണായക ഘട്ടത്തിലാണ് എന്നത് ഓർക്കണം. അതും PM ശ്രീയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങുന്നു എന്ന ഒരു സാഹചര്യം, പ്രതിപക്ഷം അത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിൽക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി പരസ്യമായി തന്നെ ആ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. അവർ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത്, ആ അവിശ്വാസം സർക്കാരിൽ രേഖപ്പെടുത്തുന്നത്. ഇതെന്ത് സർക്കാർ എന്ന് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ CPI സംസ്ഥാന സെക്രട്ടറി ചോദിച്ചത് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ദിവസങ്ങൾക്ക് ശേഷം, ഇപ്പോൾ എക്സിക്യൂട്ടീവിന് ശേഷം മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷവും അത് പരിഹരിക്കപ്പെടുന്നില്ല എന്നതാണ് സാഹചര്യം. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ ജോർജ് പൊടിപ്പാറ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ചേരുകയാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, CPI അയയുന്നില്ല, അവർക്ക് പ്രശ്നപരിഹാരമായിട്ടില്ല, പ്രശ്നങ്ങൾ അതേപോലെ നിലനിൽക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ തീരുമാനം, മന്ത്രിമാർ വിട്ടുനിൽക്കാൻ എടുത്തിരിക്കുന്ന തീരുമാനം പുറത്തു പറയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അത്? അവർ ഒരു സമവായം അല്ലെങ്കിൽ കൂടുതൽ അവരെ അനുനയിപ്പിക്കാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാകുമോ? അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ പ്രകടമാവുന്നത് ഒരു അനുനയത്തിന്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല എന്ന് തന്നെയാണ്. അദ്ദേഹം കൃത്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് CPI മുന്നോട്ട് വെച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ ആ പരിഹാരമായില്ലെങ്കിൽ അടുത്തതായിട്ട് എന്ത് നടപടിയെടുക്കും എന്ന ചോദ്യത്തിന് അത് ആലോചിച്ച് പറയാം, യുക്തമായ സമയത്ത് യഥാസമയം നിങ്ങളെ അറിയിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കൂടുതൽ വിശദീകരണത്തിന് മുതിരുന്നില്ല. വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് CPI ഇതുവരെ നിലപാടിൽ നിന്ന് അയവ് വരുത്താൻ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിയായിട്ട് ബിനോയ് വിശ്വം നടത്തിയ ചർച്ചയിലും മഞ്ഞുരുകിയിട്ടില്ല എന്ന് തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. എനിക്ക് തോന്നുന്നത് നേരത്തെ നമ്മുടെ ആലപ്പുഴ റിപ്പോർട്ടർ ശരണ്യ പറഞ്ഞതുപോലെ ഒരുപക്ഷെ സംസ്ഥാന കൗൺസിൽ യോഗമായിരിക്കും ആ തീരുമാനം എടുക്കുന്നത്. ബുധനാഴ്ചയാണ് അടുത്ത മന്ത്രിസഭാ യോഗം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും 2 ദിവസത്തെ സാവകാശമുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും പുതിയ സമവായ ചർച്ചകൾ നടക്കുമോ, ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അല്പം കൂടി സമയം എടുക്കുന്നു. മാത്രമല്ല CPI എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയല്ല, ദേശീയ നേതൃത്വമുണ്ട്. ദേശീയ നേതൃത്വമായിട്ട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷം ഒരു അന്തിമ തീരുമാനം എടുക്കാം എന്നുള്ള രീതിയിലാണ് ബിനോയ് വിശ്വം പറയുന്നത്. തീരുമാനമെടുക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് എല്ലാ അവകാശവും നൽകിയിട്ടുണ്ട് ദേശീയ നേതൃത്വം. വേണമെങ്കിൽ ബിനോയ് വിശ്വത്തിന് പറയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ.
തീർച്ചയായിട്ടും. കാരണം ഇന്ന് രാവിലെ എക്സിക്യൂട്ടീവ് യോഗം, സെക്രട്ടേറിയറ്റ് യോഗം നടന്നു, എക്സിക്യൂട്ടീവ് യോഗം നടന്നു. ആ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നതിനിടയിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനിടയിൽ നിന്ന് മുഖ്യമന്ത്രി വിളിക്കുന്നു, ഉച്ചതിരിഞ്ഞ് കാണണമെന്ന് പറയുന്നു. അങ്ങനെ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വം തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്നു. പക്ഷെ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്ന 3 CPI മന്ത്രിമാരെ കൂടി കാണുന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയറ്റ് ചേരുന്നു. അത് ചേർന്നതിന് ശേഷം പുറത്തിറങ്ങി വന്ന ബിനോയ് വിശ്വമാണ് പറയുന്നത് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല, ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല, ഞങ്ങൾ തൃപ്തരല്ല, അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല, തീരുമാനം യുക്തമായ സമയത്ത് നിങ്ങളെ അറിയിക്കും എന്നാണ് പറയുന്നത്. ഇതിന്നൊക്കെ വ്യക്തമാകുന്നത് ഈ വിഷയത്തിൽ തങ്ങളെ ഇരുട്ടിൽ നിർത്തി മന്ത്രിസഭാ യോഗത്തെ അറിയിക്കാതെ ഒരു പ്രത്യേക രീതിയിൽ എടുത്ത തീരുമാനത്തോട് CPIക്ക് കൃത്യമായി വിയോജിപ്പുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം ഈ വിഷയത്തിൽ CPI മുൻപ് പലപ്പോഴും ചെയ്തിട്ടുള്ള പോലെ ഒരു വിട്ടുവീഴ്ചയിലേക്കോ ഒരു അനുരഞ്ജനത്തിലേക്കോ പോയാൽ അവർക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഈ കാര്യത്തിൽ എന്തായാലും ഈ വിഷയത്തിൽ പെട്ടെന്നൊരു വിട്ടുവീഴ്ചയ്ക്ക് CPI തയ്യാറല്ല. CPI കൃത്യമായൊരു നിലപാടോടുകൂടി തന്നെയാണ്, അതായത് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കാതെ, മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കാതെ മാറ്റിവെച്ച ആ തീരുമാനം ഉണ്ടാവില്ല എന്ന് ആ വിഷയം ഉന്നയിച്ച കേരാജിനോട് പറഞ്ഞിട്ട് ആ സമയത്ത് തന്നെ ഈ പറഞ്ഞ PMC കരാറിൽ അതിന്റെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ പോയി ഒപ്പുവെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പാർട്ടിയെ, പ്രത്യേകിച്ച് ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായി CPI അപമാനിക്കുന്നതിന് തുല്യമാണ്. ആ അപമാനം സഹിക്കാൻ തയ്യാറല്ല എന്നുള്ളത് നേതൃത്വത്തിന് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലും എക്സിക്യൂട്ടീവ് യോഗത്തിന്റെയും സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെയും ഒരു പൊതുവികാരം അങ്ങനെ അല്ല എന്ന് വേണം. വളരെ കൃത്യമായി തന്നെ വളരെ ശക്തമായൊരു നിലപാട് എടുക്കണം. ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല എന്നുള്ളൊരു സമീപനം ഈ യോഗങ്ങളിൽ ഉണ്ടായി എന്ന് വേണം വിചാരിക്കാൻ. അതുകൊണ്ടുകൂടിയായിരിക്കാം മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട ശേഷവും അദ്ദേഹം ചില വിശദീകരണങ്ങൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിശദീകരണം കൊടുത്തു. ശ്രീ ജോർജ് കൊടിപ്പാറ, ഇപ്പോൾ യാതൊരു തരത്തിലുമുള്ള മുന്നണി മര്യാദ പാലിച്ചിട്ടില്ല. LDF-ൽ ചർച്ച ചെയ്യുകയോ യോഗം വിളിക്കുകയോ ഈ വിഷയം അവതരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. മന്ത്രിസഭാ യോഗത്തിൽ ആകെ 4 മന്ത്രിമാർ CPIക്കുള്ളത്, അവരെ പോലും മുഖവിലേക്കെടുത്തിട്ടില്ല. മാത്രവുമല്ല എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഇതിൽ ഒപ്പിടാൻ തീരുമാനിച്ചിട്ട് ആ മന്ത്രിസഭാ യോഗത്തിൽ പോലും കബളിപ്പിക്കലാണ് ഉണ്ടായിട്ടുള്ളത്. അത് വളരെ വ്യക്തമായിട്ടുണ്ട് പൊതുജനത്തിന് ഉൾപ്പെടെ. അപ്പോൾ CPIയെ സംബന്ധിച്ച് എത്ര അഭിമാനക്ഷതം അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. പോട്ടെ, ഇനി പ്രശ്നം അത് നടന്നു കഴിഞ്ഞു, ഇനി എന്താണ് പരിഹാരം? അതും കബളിപ്പിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ധാരണാപത്രം ഞങ്ങൾ ഒപ്പിട്ടു, പക്ഷേ ഇത് നടത്തില്ല എന്ന് പറയുകയാണ്. 2 പേർക്കും കൂടി സ്വീകാര്യമായത് നടപ്പാക്കാൻ പറ്റുള്ളൂ, അപ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുമെന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ കരാർ പ്രകാരം അതൊന്നും സാധ്യമല്ല. കേന്ദ്രത്തിന് വേണമെങ്കിൽ ഇത് കൃത്യമായ നടപടിക്രമങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ കേന്ദ്രത്തിന് വേണമെങ്കിൽ ഈ കരാർ റദ്ദാക്കാൻ പറ്റും, പക്ഷേ കേരളത്തിനായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് അല്ലെങ്കിൽ ഡൽഹി കോടതിയിൽ നിയമ നടപടികളിലേക്ക് നീങ്ങേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. ഇതൊക്കെയാണ് വസ്തുതയെന്നിരിക്കെ ഒരു ഘടകകക്ഷിയെ ഏതെങ്കിലും തരത്തിൽ കബളിപ്പിച്ചുകൊണ്ട് ഒരു സമവായം എന്തെന്ന് സാധ്യമാകുമോ? തീർച്ചയായിട്ടും അത് CPIക്ക് ഈ കാര്യത്തിൽ അഭിമാനം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. മുൻപ് പലപ്പോഴും നടത്തിയ ചർച്ചകൾക്കൊക്കെ ശേഷം പല കാര്യങ്ങളിലും നടത്തിയ വിട്ടുവീഴ്ച ഈ വിഷയത്തിലെടുത്താൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ CPIയുടെ അഭിമാനവും അസ്തിത്വവും വല്ലാതെ പണയപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു മാത്രമേ നേതൃത്വത്തിന് ഒരു തീരുമാനം എടുക്കാൻ കഴിയൂ. അങ്ങനെ നേതൃത്വം ഏകപക്ഷീയമായിട്ട് അഭിമാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒരു തീരുമാനം എടുത്താൽ തീർച്ചയായിട്ടും അണികളുടെ വലിയ പ്രതിഷേധം നേരിടേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ പല കാര്യങ്ങളിലും CPMന്റെ വല്യേട്ടൻ മനോഭാവം CPI അണികളെ പല സ്ഥലങ്ങളിലും വല്ലാതെ അതൃപ്തരാക്കിയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അഭിമാനം നഷ്ടപ്പെടുന്ന രീതിയിൽ മന്ത്രിസഭാ യോഗത്തിൽ പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഏകപക്ഷീയമായിട്ട് മുഖ്യമന്ത്രിയും ഒരു മന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ട് എടുത്തൊരു തീരുമാനം, അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. CPI ദേശീയ നേതൃത്വവും അതേ നിലപാട് തന്നെയാണ് എടുത്തത്. CPM ദേശീയ സെക്രട്ടറി ആയിട്ട് നടത്തിയ ചർച്ചയിൽ പോലും അദ്ദേഹത്തിനും വേണ്ടത്ര അറിവുണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ നിന്നുള്ള ഒരു തോന്നലാണ് നമുക്കൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും CPIക്ക് ഈ വിഷയത്തിൽ ഒരു വലിയ വിട്ടുവീഴ്ച പറ്റില്ല. മുഖ്യമന്ത്രി ഇനിയിപ്പോ ഏതെങ്കിലും ന്യായങ്ങൾ പറഞ്ഞാൽ പോലും സാമ്പത്തികമാണ്, ഫണ്ടിന്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാലും അഭിമാനം വെച്ച് ഫണ്ട് വാങ്ങണോ? ഒരു മുന്നണി മര്യാദ പാലിച്ചിട്ടുണ്ടോ? മുന്നണിയെയും മന്ത്രിസഭയെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു ചർച്ച പോലും നടത്താതെ ഇത്രയും സുപ്രധാനമായ ഒരു പ്രശ്നത്തില്, വളരെ നയപരമായ ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുക്കുന്നത് അംഗീകരിച്ചു നൽകാൻ
ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഇടതുമുന്നണിയുടെ ഒരു അവിഭാജ്യ ഘടകം എന്നുള്ള നിലയ്ക്ക് തങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അവർ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ ഒരു മയവും നമുക്ക് കാണാൻ കഴിയാത്തത്. അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്ത ഒരു നിരാശ പ്രകടമാണ്. അദ്ദേഹം വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കുന്നു. കൂടുതൽ വികാരങ്ങൾ വ്രണപ്പെടുത്തണ്ട എന്ന് കരുതി അദ്ദേഹം ബോധപൂർവ്വം വാക്കുകൾ ചുരുക്കുന്നതാണ്. പക്ഷെ സത്യത്തിൽ ഉള്ളിലെ അമർഷം പ്രകടമാണ്. ആ അമർഷത്തിന്റെ കാരണം ഒരുപക്ഷെ ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിലും അതുപോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉയർന്ന അതിശക്തമായ പ്രതിഷേധവും അമർഷവും രോഷപ്രകടനവും ഒക്കെ തന്നെ ആകും എന്ന് വേണം വിചാരിക്കാൻ. എന്തായാലും ആ രോഷം അല്പമെങ്കിലും മാധ്യമങ്ങൾക്ക് മേൽ തീർക്കുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ചെയ്തത്. നിങ്ങൾ ഷൗട്ട് ചെയ്യുന്നത് എന്തിനാണ്? ഞാൻ പറഞ്ഞോ തീരുമാനം പറയുമെന്ന്. കഴിഞ്ഞ തവണ വാർത്താ സമ്മേളനം നടത്തി എക്സിക്യൂട്ടീവിന് ശേഷമായിരിക്കും തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങൾക്ക് ഇന്നൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. അത് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞോ എന്ന് കയർത്തുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ആ എല്ലാ തരത്തിലുമുള്ള അദ്ദേഹം അനുഭവിക്കുന്ന ടെൻഷൻ എന്താണ് എന്നത് അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. വളരെ നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും ബിനോയ് വിശ്വം ഈ യോഗങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നമുക്ക് ഒന്നുകൂടി കാണാം. തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. 2 വാചകത്തിൽ എന്താണ് തീരുമാനം എന്നുള്ളത്, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നുള്ളത് അദ്ദേഹം ഒതുക്കുകയായിരുന്നു. അപ്പോൾ ആ പ്രതികരണം ഒന്നുകൂടി കാണാം. ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല. സംസാരിച്ചു മുഖ്യമന്ത്രി. ആ സംസാരം വളരെ കോടികളായിരുന്നു. പക്ഷേ വിഷയങ്ങളുടെ പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഞങ്ങൾ അതുകൊണ്ട് അടുത്ത ഘട്ടം പിന്നീട് അറിയിക്കും. മന്ത്രിസഭാ യോഗങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് പറയുന്നു. പിന്നീട് അറിയിക്കാം. തീരുമാനം എടുത്തിട്ടില്ലേ? 29-നുള്ള എന്തായിരിക്കും? പിന്നാലെ അറിയിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ലീഡർഷിപ്പ് ഉണ്ട്, ഇവിടെയുണ്ട്, ഡൽഹിയിലുമുണ്ട്. ആവശ്യപ്പെട്ട എല്ലാ അതിനൊക്കെ ശേഷം യഥാസമയത്ത് എല്ലാം അറിയിക്കും. എന്റെ പൊന്നു ചങ്ങാതി ബഹളം വെക്കല്ലേ, ഷൗട്ട് ചെയ്യല്ലേ. ശാന്തമായിട്ട് നിൽക്ക്. ശബ്ദമായിട്ട് കാര്യമില്ല. ഇത് സംബന്ധിച്ച് അടുത്ത മന്ത്രിസഭ ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വിഷയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. LDF യോഗത്തിൽ പങ്കെടുക്കുന്നു. അതറിയില്ല, അറിയത്തില്ലേ. യഥാസമയത്ത് തീരുമാനം കൈക്കൊള്ളാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പിൽ അറിയിക്കുന്നത്. ഇന്നത്തെ യോഗത്തിന്റെ തീരുമാനം എപ്പോഴാണ് പറയാം? നിർദ്ദേശം മുഖ്യമന്ത്രി വെച്ചിട്ടുള്ളത് CPI തള്ളിയോ? ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഉന്നയിച്ച വിഷയങ്ങൾ പരിഹാരം ഉണ്ടായിട്ടില്ല. PM ശ്രീയിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധം അറിയിക്കാനാണ് CPIയുടെ തീരുമാനം. പക്ഷേ അതിപ്പോൾ തുറന്നു പറയുന്നില്ല. തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് CPI സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ, നീക്കങ്ങൾ എന്താണ് എന്നത് വലിയ വാർത്തയായി തന്നെ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും കാത്തിരിക്കാം. വളരെ നന്ദി എല്ലാ പ്രേക്ഷകർക്കും. ഇടവേളയ്ക്ക് ശേഷം Live at 6 കാണാം.